അമൽ, വളരെ പ്രധാനപ്പെട്ടതാണ് കേരള സർവകലാശാല വി സിക്കെതിരായ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ ഹർജി. ചട്ടവിരുദ്ധ നടപടികൾ വി സി ആവർത്തിക്കുന്നുവെന്നാണ് ഹർജിയിൽ പറയുന്നത്. കാരണം വി സി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു. ആ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും വി സി മാത്രം അംഗീകരിക്കുന്നില്ല. അതിനെതിരെയാണ് രജിസ്ട്രാർ കോടതിയിൽ പോയിരിക്കുന്നത്. മനോ, തീർച്ചയായും ഈ കേരള സർവകലാശാല രജിസ്ട്രാറുടെ വിഷയത്തിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും. അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാർ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് വിധി പറയുക. അതായത് ഈ രജിസ്ട്രാറുടെ കാര്യനിർവഹണത്തെ ഈ വി സി ആയിട്ടുള്ള മോഹൻ കുന്നുമ്മൽ തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹർജി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വാദങ്ങൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ കാലങ്ങളിലൊക്കെ തന്നെയും വി സി തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. താൻ ചെയ്ത കാര്യങ്ങൾ ശരിയാണ്, തനിക്ക് അത്തരത്തിലുള്ള അധികാരമുണ്ട് എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ പലപ്പോഴും ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം ഈ വി സിക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഹർജിയിൽ അതായത് ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഈ രജിസ്ട്രാറുടെ ഈ കാര്യനിർവഹണ കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നു എന്ന ഹർജിയിൽ പ്രധാനമായും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. അതായത് പലപ്പോഴും ഈ രജിസ്ട്രാറുടെ അധികാര പരിധിയിൽ കടന്നുകയറ്റമുണ്ടാകുന്നു. ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത ആ ഒരു നടപടി അത് റദ്ദു ചെയ്യണമെന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ അത് സിൻഡിക്കേറ്റ് ഇടപെട്ടുകൊണ്ട് അത് റദ്ദു ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ രജിസ്ട്രാറുടെ ചുമതല അത് സബ് രജിസ്ട്രാർക്ക് വി സി കൈമാറുകയും ചെയ്തിരുന്നു. ഈ നടപടി കൂടി റദ്ദു ചെയ്യണം, ഇത് കൃത്യമായ നടപടിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ എസ് അനിൽകുമാർ കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ടി ആർ രവിയുടെ അധ്യക്ഷതയിലുള്ള സിംഗിൾ ബെഞ്ചാണ് ഈ ഒരു കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം കേട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കേസിൽ വിധി പറയുക. അതേസമയം തന്നെ ഈ കേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കേസിന്റെ വാദം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ വി സി രൂക്ഷമായ വിമർശനത്തിന് വിധേയമായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. തന്നെ ആയാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല രജിസ്ട്രാറുടെ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതിയുടെ വിധി ഉണ്ടാകും. മനു.